നമസ്കാരം. സമൂഹത്തോടുള്ള സ്നേഹം ഒരു വ്യക്തിയുടെ ജീനിൻ്റെ ഭാഗമാണ്. അവർ എവിടെ ചെന്നാലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ജോലി തേടി വിദേശത്ത് പോയാലും അതല്ല സ്വന്തം വീട്ടിലിരുന്നാലും അവർക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അത്തരമൊരു യുവതിയാണ് ഷൈനി ബാബു എന്നു പേരുള്ള ഇസ്രായേലിൽ കെയർ ഗിവറായി ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടി. ഷൈനി ജോലിയെടുത്ത് തൻ്റെ കുടുംബം നടത്തുന്നതിനൊപ്പം തനിക്ക് ലഭ്യമായ സമയത്ത് ഇസ്രായേലിലെ മലയാളി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹമാസ് അപ്രതീക്ഷിതമായി ഒക്ടോബർ 7 യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ പെട്ടുപോയ മലയാളികൾക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകിയവരിൽ ഷൈനി ബാബു ഉണ്ട്. ആ ഷൈനി കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. ഷാൻ സാറേ, ഞാൻ വിളിക്കാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ സാറ് മനസ്സിലാക്കിയിട്ട് മാത്രം ആ വീഡിയോ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് എന്റേതായ ഒരു ജെന്യൂനിറ്റി വേണം, എന്റേതായ ഒരു ലോയാലിറ്റി ഉണ്ട്. അതെല്ലാം കീപ്പ് ചെയ്ത് വേണമല്ലോ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ്. വിഷയം വേറൊന്നുമല്ല. സാറിനറിയാലോ, ഇവിടേക്ക് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ കെയർ ഗീവേഴ്സ് ആയിട്ട് മാത്രമാണ് ഇസ്രായേലിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. യുദ്ധം തുടങ്ങി യുദ്ധത്തിന്റെ സമയത്ത് കുറെ പേര് കൊല്ലപ്പെട്ടു, കുറെ പേര് ബന്ദികളായിട്ട് പോയി. ആ സമയത്ത് തായ്ലൻഡിൽ നിന്നുള്ള കുറെ ആൾക്കാർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോയപ്പോഴാണ് അഗ്രികൾച്ചർ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അതായത് കുറെ വർഷങ്ങളായിട്ട് ഇസ്രായേലില് അഗ്രികൾച്ചർ മേഖലയിൽ തായ്ലൻഡികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തായ്ലൻഡികൾ, മറ്റേ നമ്മുടെ വിയറ്റ്നാമീസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നിന്നൊന്നും ആരുമില്ലായിരുന്നു. ഇന്ത്യൻ ആകെപ്പാട് ഇവിടെ ഉണ്ടായിരുന്നത് കെയർ ഗീവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ 13 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പൊ യുദ്ധം വന്നപ്പോഴാണ് അവർക്ക് വേറെ ആൾക്കാരെ കിട്ടാതെ ആയപ്പോഴാണ് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ അവരിങ്ങോട്ട് ഇറക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കുറഞ്ഞത് ഒരു 8 വർഷമെങ്കിലും ആയിട്ട് നമ്മുടെ ബിറ്റ്വീൻ ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഇസ്രായേൽ ഗവൺമെന്റും നമ്മുടെ നാട്ടിലെ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് കൊണ്ടുവരാൻ നോക്കിയിട്ട് കുറെ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് ഇതുവരെ അത് പാസ്സായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബൈലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് ഒരു കെയർ ഗീവർ വരാൻ വേണ്ടിയിട്ട് 18 ലക്ഷം അല്ല 20 ലക്ഷം 21 ലക്ഷം ഒക്കെ ആകുന്ന സ്ഥാനത്ത് വെറും 1 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഒരു 7-8 വർഷമായിട്ട് ഈ രണ്ട് ഗവൺമെന്റും കൂടെ ചർച്ച നടക്കുന്നു. ഇതുവരെ സൈൻ ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ നേരം ബയലാറ്ററൽ എഗ്രിമെന്റ് സൈനായി നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷത്തിന് താഴെ ആൾക്കാർ ഇവിടെ വരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് മാത്രം 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നത്. എന്തുകൊണ്ട് ബിറ്റ്വീൻ ഇന്ത്യൻ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിൽ ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ആയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് മാത്രം അത് അറിയുന്നില്ല? കേരള ഗവൺമെന്റ് മാത്രം എന്തുകൊണ്ട് അത് അറിയുന്നില്ല? എനിക്കതാ മനസ്സിലാവാത്തെ. ഷൈനയുടെ ഈ ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തീരുമാനിച്ചത്. തുടർച്ചയായി ഇത്തരം വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുക, അത് ജനങ്ങളുടെ ഇടയിൽ എത്തുന്നതുവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നതൊക്കെ ഷൈനിയുടെ പ്രത്യേകതയാണ്. ഈ വിഷയം ഞാൻ വേണ്ടതുപോലെ ഗൗനിക്കാത്തതുകൊണ്ട് ഷൈനി സ്വന്തമായി ഒരു വീഡിയോയും ചെയ്തു. അതെനിക്ക് അയച്ചു തന്നപ്പോഴാണ് അതിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ ആ വീഡിയോയിലൂടെ തന്നെ ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതാണ് ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത്. സംഗതി നിസ്സാരമാണ്. ആദ്യത്തെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ത്യ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായി ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകാൻ കഴിയും. ഇതൊരു തുടക്കമാണ്. മറ്റ് മേഖലകളിലേക്കും പതിയെ എത്തിയെന്ന് വരാം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അങ്ങനെ പോകുന്നവർക്ക് അവിടെ പണിയെടുക്കാം, ശമ്പളം കൈപ്പറ്റാം. അവർക്ക് ചെലവില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം ചെലവ്. എന്നാൽ കേരളത്തിലുള്ളവർക്ക് ഇതേക്കുറിച്ച് ധാരണയില്ല. കേരളത്തിലുള്ളവർ ഇപ്പോഴും 7, 8, 9, 10 ലക്ഷം രൂപ മുടക്കിയാണ് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇത് ചില ഏജന്റുമാർ നടത്തുന്ന ചൂഷണമാണ്. വേണ്ട വിധത്തിൽ ഇടപെട്ടാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉള്ളവർക്കെങ്കിലും 1 ലക്ഷത്തിൽ താഴെ മുടക്കി ഇസ്രായേലിൽ പോകാൻ കഴിയും. UP-യിലെ ചില മലയാളികൾ അങ്ങനെ എത്തി. അവരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ചാണ് ഷൈനി ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ഓടിപ്പോകുന്നതിന് മുൻപ് നിങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുക. ഷൈനി സ്റ്റെപ്പ് ബൈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. അതനുസരിച്ച് ഔദ്യോഗികമായി തന്നെ ചിലവ് കുറഞ്ഞ് ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിക്കുക.
വെറുതെ അധ്വാനിച്ചുണ്ടാക്കിയ 8-10 ലക്ഷം രൂപ ഏജന്റുമാർക്ക് കൊടുക്കാതെ ഇസ്രയേലിൽ പോയി പണിയെടുക്കാൻ ഈ വഴി സ്വീകരിക്കുക. ഇസ്രയേൽ ബന്ധമുള്ള പലരും, പ്രത്യേകിച്ച് അച്ഛന്മാർ, ഈ റിക്രൂട്ട്മെന്റ് കാര്യമായി നടത്തുന്നുണ്ട്. പണം മുടക്കാതെ അല്ലെങ്കിൽ കുറഞ്ഞ പണം മുടക്കി പോകാൻ വഴിയുണ്ടെങ്കിൽ അത് ശ്രമിക്കുക. ഷൈനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗുണകരമാകും എന്ന് കരുതി ഷൈനിയുടെ അനുമതിയോടുകൂടി ആ വീഡിയോ ഞാനിവിടെ കൊടുക്കുകയാണ്. ഇസ്രയേലിലേക്ക് ജോലി തേടി പോകുന്നവർക്കൊക്കെ ഇത് ഗുണകരമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. NSDC എന്ന ഒരു സർവീസ് ഉണ്ട്, അതായത് നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഈ NSDCയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നും, ഇസ്രായേലിൽ നിന്നും ആളുകൾ ഡയറക്റ്റ് അവിടെ നാട്ടിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ഒരു സ്കിൽഡ് ടെസ്റ്റിന് വിളിക്കും. സ്കിൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ഇപ്പൊ നിലവിൽ കൊണ്ടുവരുന്നത് പ്ലാസ്റ്ററിങ്, അതായത് തേപ്പ്, ടൈൽ വർക്കർ, അയൺ ബെൻഡർ, സെന്ററിങ്, കാർപ്പന്റർ. ഓക്കെ, ഈ 4 സെക്ഷനിലേക്കാണ് നിലവിൽ ഗവൺമെന്റിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രജിസ്റ്റർ ചെയ്യുന്നവർ ചുമ്മാതെ പോയി രജിസ്റ്റർ ചെയ്യരുത്. ഈ ജോലി അറിയാം എന്നുള്ള ഉറപ്പുണ്ടാവണം. കാരണം നമ്മൾ ഇതവിടെ കാണിച്ചു കൊടുക്കണം, ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ സ്കിൽഡ് ടെസ്റ്റിന് പാസ്സാകുന്നവരെ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കി വെക്കും. അത് കഴിയുമ്പോൾ അവർ ഈ ഒരു വേക്കൻസി വരുന്ന അനുസരിച്ച് ഇവിടെ നിന്ന് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത്, ഇവിടെ നിന്ന് ആൾക്കാർ ഡയറക്റ്റ് വന്ന് ഇന്റർവ്യൂ ചെയ്ത് ഇസ്രായേലിലുള്ള ഒരു കമ്പനി ത്രൂ ആണ് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ നമ്മൾക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തന്ന സഹോദരന്മാർ വന്നത് ഇസ്രായേലിലുള്ള എക്സ്ട്രാ ബിൽഡ് വർക്കർ എന്ന കമ്പനിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കമ്പനിയെ കുറിച്ച് മാത്രമേ ഇപ്പം നിലവിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതാണ്, എക്സ്ട്രാ ബിൽഡ് വർക്കർ. അവർ ആ ഏജൻസി വഴിയാണ് വന്നത്. ഓക്കെ, ഇവർ വന്നത് ലക്നൗ വഴിയാണ്. ലക്നൌവിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പൊ UP സർക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവര് വിളിക്കുമ്പോഴെല്ലാം നമ്മൾ അവിടെ പോകണം. കേരളത്തിലല്ല ഇതെല്ലാം ചെയ്യുന്നത്, അവിടെ ചെല്ലണം നമ്മൾ. കാരണം അവരാണല്ലോ സഹായിക്കുന്നത് നമ്മളെ. അവിടെ ചെല്ലണം. അവിടെ ചെന്ന് വിളിക്കുമ്പോഴെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് ആദ്യം ഇന്റർവ്യൂവിന് പോകണം, സ്കിൽ ടെസ്റ്റിന് പോകണം. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് വിളിക്കുമ്പോൾ വീണ്ടും പോകണം. നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ അവര് മേടിച്ചു വെക്കും. വേക്കൻസി വരുമ്പോൾ നമ്മളെ അവർ വിളിച്ചിട്ട് നമ്മളുടെ അഡ്രസ് പ്രൂഫ് അവർ ഫൈൻഡ് ചെയ്യും. അത് ജെന്യൂൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വിവരങ്ങൾ പറയുള്ളൂ. ഈ പോകുമ്പോൾ തന്നെ നമുക്ക് PCC ഉണ്ടായിരിക്കണം. ആദ്യം തൊട്ടേ നമ്മൾ PCC ഉണ്ടായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് മെഡിക്കൽ എടുക്കാൻ അവർ പറയുമ്പോൾ മെഡിക്കൽ എടുക്കണം. മെഡിക്കൽ നമുക്ക് കേരളത്തിൽ തന്നെ എടുക്കാം. അവിടെ പോയി എടുക്കണമെന്ന് നിർബന്ധമില്ല. കേരളത്തിലെ മെഡിക്കൽ അവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വിസ വന്നു കഴിയുമ്പോൾ, വിസ ആയി കഴിയുമ്പോൾ നമ്മളോട് ടിക്കറ്റ് ചാർജ് പ്ലസ് ഒരു ചെറിയ സർവീസ് ചാർജ് അവർ കൊടുത്തത് 85,000 രൂപയോളമാണ്. ടിക്കറ്റ് ചാർജ് അടക്കം 1 ലക്ഷത്തിൽ താഴെ രൂപ കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, NSDC രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ സ്കിൽ ടെസ്റ്റിന് വിളിക്കും. സ്കിൽ ടെസ്റ്റ് പാസ്സാകുന്നവരുടെ ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മളെ അവർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ പണി നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് കഴിയുമ്പോൾ ഇതിന് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ PCC ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് വിസ വന്നു കഴിയുമ്പോൾ അവർ മെഡിക്കൽ എടുക്കാൻ പറയും. മെഡിക്കൽ എടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് കയറി പോരാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി NSDCയുടെ ഒരു ഓഫീസ് കൊച്ചിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ അവർ ഈ പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നാഷണൽ സ്കിൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്കില്ല് ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഓഫീസ് ആണെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ് നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. കേരളക്കാരായിട്ട് പോലും UP സർക്കാരിന്റെ സഹായം വേണ്ടി വന്നു അവർക്ക് ഇവിടെ കയറി വരാൻ. ഇനി ഇവരെങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നുള്ളത് പറയാം. ചെറുതോണിയിലുള്ള ഒരു ജനസേവാ കേന്ദ്രം, ഓക്കെ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പ്രയോജനം ഉണ്ട് എന്നുള്ളത് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ജനസേവാ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ FBയിൽ പോസ്റ്റ് ഇട്ട് 1 ലക്ഷം രൂപയുടെ താഴെ കൊടുത്താൽ ഇസ്രായേലിലേക്ക് പോകാമെന്ന് പോസ്റ്റ് ഇട്ട് ആ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് ആ മനുഷ്യനാണ് ഇവരെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ മനുഷ്യനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഇടുക്കിക്കാരായിട്ടുള്ള ഒരുപാട് സബ് ഏജന്റുമാരെ 6 ലക്ഷം 7 ലക്ഷം രൂപ വരെ മേടിച്ച് ഇവിടെ ഇസ്രായേൽ ആൾക്കാരെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജനസേവാ കേന്ദ്രം അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയാതെ പോയതാണോ, അതോ അവിടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഒരു FB പോസ്റ്റ് ഇട്ട് ഇതുപോലെ ഇത്രയും ആൾക്കാരെ സഹായിച്ചു എന്നുള്ളത് അവരറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇടുക്കിക്കാരായിട്ടുള്ള സബ് ഏജന്റുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ നാട്ടിലുണ്ട്.
സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ടെസ്റ്റ് പാസ്സാവുമെന്നോ എല്ലാവരും ഇവിടെ ഈ 1 ലക്ഷം രൂപയുടെ താഴെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇതുപോലെ സർവീസ് ചാർജ് കൊടുത്ത് ഇവിടെ വന്നിട്ട് പണി അറിയത്തില്ലാതെ വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മളെ വിളിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് ജോലി മാറാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ച് നമ്മളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കേരളത്തിലെ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിലേക്ക് ഇറങ്ങിയാലും നമുക്കതിനുള്ളൊരു ഒരു ഒരു കപ്പാസിറ്റി ഉണ്ടോ, നമുക്ക് ആ ജോലി അറിയാമോ, നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. പണി അറിയാവുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇവർ പറഞ്ഞത് ഇവർക്ക് 3 to 4 months എടുത്തു എന്നാ പറഞ്ഞത്, ഇതിന്റെ പ്രോസസ്സിങ് എല്ലാം കൂടെ കൂട്ടി. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ.